ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഡിസ്റ്റിക്കർ ഉണ്ടാക്കിയാലോ. ഭയങ്കര സിമ്പിളായിട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ ഹാർട്ട് ഷേപ്പ് വരച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പർ അതിലേക്ക് വെച്ച് അതും അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ പീസിൽ തന്നെ ഹാർട്ട് ഷേപ്പ് വരച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹാർട്ട് സ്റ്റിക്കർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് ക്രേപ്പ് പേപ്പർ അതിലേക്ക് അതേപോലെ ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഹാർട്ടിൻ്റെ ഷേപ്പുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് അതിലേക്കായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ക്രേപ്പ് പേപ്പർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലെ ഓരോ പീസസ് ഓഫ് പേപ്പറും പെൻസിൽ ഉപയോഗിച്ചിട്ട് അതേപോലെ ചെറുതാക്കി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ആദ്യം കാർഡ്ബോർഡിൻ്റെ പീസിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. അതിനുശേഷം ഓരോ പീസസ് ആയിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഫുള്ളായിട്ട് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട് കാണാനായിട്ട്. ഫുൾ പോർഷൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം സിസർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡും നല്ല ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കൂടി ചെയ്യുക. രണ്ട് സൈഡും കവർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ചെയ്തെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. അതേപോലെ തന്നെ ഇത് നമുക്കൊരു ഡെസ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലവ്ഡ് വൺസിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.